മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2025-26 വർഷത്തെ കോളേജ് ഡേയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. This news is brought to you by Apsara Jewelry, Cherupuzha and Padiyottajal. മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2025-26 വർഷത്തെ കോളേജ് ഡേയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. കാങ്കോൽ ആലപ്പണമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അനസൂയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ന് അതെല്ലാം മാറ്റിക്കൊണ്ട് കുട്ടികൾക്ക് അങ്ങോട്ട് വിദ്യാഭ്യാസമായാലും ജോലി നേടിക്കൊടുക്കണം എന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ അധ്യാപകരായാലും അതുപോലെ തന്നെ രക്ഷിതാക്കളെല്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നന്നായി പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി നേടിയതിന് ശേഷം വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കാതിരിക്കാം, ഏതായാലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് അത്തരം ചിന്താഗതിയോടെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. കോളേജ് കാലത്ത് നമുക്കറിയാം പ്രണയവും കലഹവും അതുപോലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് മോശമായ ഒന്നിലും പോയി പെടാതെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടി മികച്ച പൗരന്മാരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഗുരുദേവ് കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മികച്ച നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുകൊണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും വളരെ നല്ല വിദ്യാർത്ഥികളായി മാറണം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ അഭിമാനമായിട്ടാണ് ഈ ഗുരുദേവ് കോളേജ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുദേവ് കോളേജ് പോലെ തന്നെ ഇന്നലെ മാത്തിൽ കേന്ദ്രീകരിച്ച് വൈപ്പിരിയം ഭാഗത്ത് ഒരു നഴ്സിംഗ് കോളേജിൻ്റെ തറക്കല്ലിടൽ കൂടി ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്തിൽ ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചതായി മാറാൻ വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾക്കെല്ലാം കഴിയും എന്നുള്ളതാണ്. ആ സ്ഥലത്തും ആ വേദിയിലും പ്രസംഗിക്കുമ്പോൾ ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാത്തിൽ ഗുരുദേവ് കോളേജ്, അതുപോലെ മാത്തിൽ സ്കൂൾ, ഇതെല്ലാം ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മളെ കുട്ടികളെല്ലാം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. കോളേജ് യൂണിയൻ ചെയർമാൻ കെ കാർത്തിക് സ്വാഗതം പറഞ്ഞു. വിവിധ റവറന്റ് ഡോക്ടർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു. മതങ്ങളും സംസ്കാരങ്ങളുമുള്ള ആളുകൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി. ഇഫ്താർ വിരുന്ന് നമ്മെ പഠിപ്പിക്കുന്നത് പങ്കിടുമ്പോഴാണ് സന്തോഷം വർദ്ധിക്കുന്നത് എന്ന സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും പുണ്യമാസത്തിന്റെ ആശംസകൾ അദ്ദേഹം നേർന്നു. അപ്പോൾ ഞാൻ പറയും, ഇത് കോളേജ് ഡേ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തിൻ്റെ ഒരു നിമിഷങ്ങളാണ്. നമ്മുടെ അധ്വാനത്തിൻ്റെയും കഠിനമായ പ്രയത്നങ്ങളുടെയുമൊക്കെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു സമയമാണ് ഈ സായാഹ്നം കോളേജ് ഡേ. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ വർഷം വളരെ വിദഗ്ധമായി ഒട്ടനവധി പരിപാടികളിൽ, പ്രത്യേകിച്ച് വോളിബോൾ, മറ്റു ടൂർണമെൻറ്റുകൾ, നമ്മുടെ കലോത്സവം തുടങ്ങിയ ഒട്ടനവധി പരിപാടികളിൽ നല്ല നേട്ടം കൊയ്തെടുക്കുവാൻ നമ്മുടെ കോളേജിന് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ അനുസ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു അഭിമാന നിമിഷം നമുക്കറിയാം, നമ്മുടെ പഠന മേഖലകളെ നാം ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ പരീക്ഷയുടെ കാലഘട്ടമാണ്. ഇനിയും നാം ഒരുപാട് അതിനുവേണ്ടി ശ്രദ്ധ ഊന്നേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സർഗാത്മക കഴിവുകളെ ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കാനും അത് ആനന്ദമാക്കി മാറ്റാനുമുള്ള ഒരു ദിവസം കൂടിയായി നാം ഇതിനെ കാണുകയാണ്. നമ്മുടെ കോളേജ് ബഹുദൂരം മുമ്പോട്ട് കയറുവാൻ നമ്മുടെ എല്ലാവരുടെയും അക്ഷീണമായ പ്രയത്നം കഴിഞ്ഞ ഈ ഒരു വർഷം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ പ്രത്യേകമായ അഭിനന്ദനങ്ങളും നന്ദി കടപ്പാടും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ കോളേജ് വിദ്യാഭ്യാസ തലത്തിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പാഠപുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയല്ല നമ്മൾ നൽകുന്നത്. ഒരു പുസ്തക ജ്ഞാനം മാത്രമല്ല, ജീവിത ജ്ഞാനം ഏറെ അനിവാര്യമായൊരു കാലഘട്ടത്തിലാണ്. എത്രയൊക്കെ അറിവ് നമ്മൾ നേടിയാലും ജീവിതത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ കൊയ്തെടുത്ത നമ്മുടെ അക്കാഡമിക് നേട്ടങ്ങളെ പിന്തള്ളും എന്നുള്ളതുകൊണ്ട് ഇവിടെ ഗുരുദേവ് കോളേജ് ലക്ഷ്യം വയ്ക്കുന്ന മാനവികമായ നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ സർവാത്മനമായ പുരോഗതിയെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ അക്ഷീണമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജീവിതം അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടതാണ് എന്നുള്ള വലിയ ഒരു ശ്രദ്ധ നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കോളേജ് ചീഫ് ബർസർ റവറന്റ് ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾ ഒരുക്കുന്ന ഈ കോളേജ് ഡേ
ഇഫ്താർ സംഗമം, അതിന് എല്ലാവിധമായ നന്മകളും ആദ്യമേ നേരുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ കോളേജിൻ്റെ ജീവിതത്തിൽ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവും അതുപോലുള്ള മൂല്യങ്ങളും വളർത്തിയെടുക്കുന്നത് പാഠ്യ വിഷയങ്ങൾ പഠിക്കുന്നതിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കഴിവുകളും സിദ്ധികളും വളർത്തിയെടുക്കുന്നതും നിങ്ങളുടെ ഈ പ്രായത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം കോളേജ് യൂണിയൻ്റെ നേതൃത്വത്തിൽ, കോളേജ് പ്രിൻസിപ്പലിൻ്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള എല്ലാവിധമായ പ്രവൃത്തികളും ഇവിടെ നടന്നു. ഞാൻ ഏറെ അഭിമാനത്തോടെ നിങ്ങളെ അനുമോദിക്കുന്നു. ഞാനിവിടെ വരുമ്പോഴെല്ലാം യൂണിയൻ നേതൃത്വത്തിൽ നമ്മുടെ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആർട്സ് സ്പോർട്സ് കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം നടത്തി നമ്മുടെ കോളേജിൻ്റെ പ്രശസ്തി, നിങ്ങളുടെ കഴിവുകൾ, സിദ്ധികൾ ഇതെല്ലാം ഈ വർഷം വളർത്തുന്നതിന് നിങ്ങൾ ഏറെ അധ്വാനിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ, ഫൈൻ ആർട്സ് അഡ്വൈസർ സനൽലാൽ, സ്റ്റാഫ് എഡിറ്റർ NS ബബിത, സ്റ്റാഫ് അഡ്വൈസർ KV ചന്ദ്രശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഫാൽവ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച കലാമേളയും ഇഫ്താർ വിരുന്നും നടന്നു. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ, ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.